അവിടെ എല്ലായിടത്ത് കിടക്കുന്ന സ്റ്റാച്ചുടെ തുണിയൊക്കെ ഒരുക്കാൻ എന്താ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പോണത്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടണത്. അതെന്താ വെറുതെ കഞ്ഞി കറി വെക്കാൻ ഇരിപ്പേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ കല്യാണ ഷോപ്പിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണതിന് ഞാൻ റെഡിമെയ്ഡ് എടുത്തത്. അമ്മ എടുത്തു, ഇനി എനിക്ക് കൂടെ എടുക്കാനുള്ളത്. നമ്മുടെ അല്ല ആരുടെ കല്യാണം എന്ന് പറഞ്ഞില്ല, നമ്മുടെ കസിൻ ചേച്ചിയുടെ കല്യാണമാണ് വരാൻ പോകുന്നത്. പെണ്ണ് കാണുന്നത് കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ വ്ളോഗിലെ. അപ്പൊ ആ ചേച്ചിയുടെ കല്യാണം വരാൻ പോകും. അപ്പൊ അതിനെല്ലാരും ഇപ്പൊ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ്. അപ്പൊ ഞാൻ ഒരു റെഡിമെയ്ഡ് ഒരു സംഭവം എടുത്ത്, അതിപ്പോ കാണിക്കില്ല, നമുക്ക് കല്യാണത്തിനൊന്ന് കാണാം. സംഭവം അച്ഛന് അറിയാം, അച്ഛന് കിട്ടില്ല. അതെനിക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. എനിക്ക് കുറെ ഇങ്ങനെ തെണ്ടിത്തിരി നടന്നിട്ടേ കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് നിങ്ങളുടെ പറ. മാച്ചിങ് മാച്ചിങ്. അപ്പൊ നമുക്ക് അടുത്ത കടയിൽ കയറാം. ഇവൾക്ക് എല്ലാ കടയിൽ കയറി ഇറങ്ങണം, എന്നാലും ഇവിടെ എടുക്കും. എന്നിട്ട് ഈ വ്ളോഗിന്റെ അവസാനം നമ്മള് എല്ലാ ഔട്ട്ഫിറ്റും കാണിച്ചു തരുന്നതായിരിക്കും. അടുത്തങ്ങോട്ടാ ഡ്രസ് എടുക്കാൻ ആരും പറയൂല. തിന്നാൻ തിന്നാൻ ഓക്കെ. ഡ്രസ് എടുത്താൽ അച്ഛന് തിന്നാം. വണ്ടി എടുക്കുന്നത്. ഇനി അടുത്ത സ്പോട്ട് അച്ഛന് ഡ്രസ്സ് വെക്കാനായിട്ട് ഷീമാട്ടി വന്നിരിക്കുകയാണ്. ഞാൻ റെഡിമെയ്ഡ് എടുത്തു. ഞാൻ അപ്പത്തിന് കണ്ടപാടി ഓക്കെ ഞാൻ തയ്പ്പിക്കാൻ പോണെന്നൊക്കെ പറയണം. എന്റെ ഗായ്സ് അമ്മനെ കൊണ്ടൊരു കുറുതിയില്ല. പറഞ്ഞേരണ്ടല്ല എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ നല്ല എന്താ പറഞ്ഞ ഇതൊക്കെ കൊണ്ടേട്ടിരണേ എന്റെ സ്വഭാവം മാറട്ടാ. ഇനി ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ക്യാമറ എടുത്താ മതി, അപ്പൊ സെറ്റ് ആവും. 4th ഫ്ലോറിലൊന്നും ഇല്ല. ഇങ്ങോട്ടാ നമ്മളെ കൊണ്ടുപോ. അങ്ങോട്ടുണ്ടോ റെഡിമെയ്ഡ് ഓർ തയ്പ്പിക്കൽ എനിക്കറിയില്ല. ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ റെഡിമെയ്ഡ് നോക്കാൻ പോവുകയാണ് നമ്മൾ. ഇവിടെ ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് വീണ്ടും എനിക്ക് എന്നെ കിട്ടിയിരിക്കുന്നത് എനിക്ക് ഞങ്ങൾ ആദ്യം മനസ്സമ്മതത്തിന് എടുത്തത്. ഇപ്പൊ കല്യാണത്തിനും എന്റെ ഓക്കെ റെഡിമെയ്ഡ് എടുത്തത്. അപ്പൊ അച്ഛനോട് സെറ്റ് ആവണുണ്ട്. അച്ഛനാണ് ടൈം എടുക്കും. എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോയാൽ മതി. അങ്ങനെ കല്യാണത്തിനെങ്കിലും അച്ഛെടുത്തു. അയ്യോ ഡ്രസ് കാണിച്ചാ? ഇല്ല, ഡ്രസ്സൊക്കെ അപ്പൊ കാണിക്കാൻ. കിഡ്സ് സെക്ഷനിലാണ് കിഡ്സ് സെക്ഷനല്ലേ ജൂനിയേഴ്സ്. എല്ലാം കുഴഞ്ഞു പറഞ്ഞു നടക്കണേ. മനസ്സമ്മതം കല്യാണം മനസ്സമ്മതം. ഡ്രസ്സൊക്കെ ഇപ്പൊ കാണിക്കില്ല, നമ്മൾ കല്യാണത്തിന്റെ മനസ്സമ്മതത്തിന് കാണാം. ഓക്കെ, ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഒറ്റയടിക്ക് കിട്ടണത്. അതായത് ഞങ്ങള് തയ്പ്പിക്കാറല്ല സാധാരണ, ഇങ്ങനെ റെഡിമെയ്ഡ് എടുക്കാറില്ല. എനിക്കൊന്നാമത്തെ കാര്യം, എനിക്ക് തയ്പ്പിക്കണ ഇഷ്ടമല്ല. അതായത് തയ്പ്പിച്ച് കഴിയുമ്പോ അവിടെ കയറിയിരിക്കണം, ഇവിടെ കയറിയിരിക്കണം. ഇതായിരിക്കും. ഞങ്ങൾ സൈസിന് കിട്ടാറില്ല പൊതുവെ, പക്ഷെ ഇവിടെ കിട്ടി. ഷീമാട്ടിന്ന് എടുത്ത് എല്ലാവരും വന്നു. കറക്റ്റ് ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പോണം. അങ്ങനെ കുറെ എനിക്കിപ്പോ എക്സൈറ്റ്മെന്റ് ആയി. അങ്ങനത്തെ ഇവിടെ ഇനി അച്ചൂടെ മനസ്സമ്മതത്തിന്റെ പർച്ചേസിംഗ് ആണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ വേണ്ട ഫ്രോക്ക്, അല്ലെങ്കിൽ മെറ്റീരിയൽ എടുത്ത് അങ്ങനെ നാളെ അപ്പൊ ഞങ്ങൾ അമ്മമാരുടെ, അതായത് മണവാട്ടിപ്പെണ്ണിന്റെ എനിക്കെടുക്കാനില്ല, മണവാട്ടിപ്പെണ്ണിന്റെ അമ്മക്കൊക്കെ എടുക്കാൻ പോകാനുണ്ട്. കൂടെ പോയിട്ട് ബാഗിലൊക്കെ ആയിട്ട് സാധനം ഇനി നമുക്ക് കല്യാണത്തിനും മനസ്സമ്മതത്തിനും കാണാം. എടുക്കുന്നു.
The next day. അപ്പൊ ഗൈസ് ഇതാണ് കല്യാണപ്പെണ്ണിന്റെ അമ്മ, അനിയത്തി. അപ്പൊ ഇവർക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കമോൺ, നോക്കാൻ കിട്ടില്ല. തുണിയൂരി അവിടെ എല്ലായിടത്ത് കിടക്കണ സ്റ്റാച്ചുടെ തുണിയൊക്കെ ഉരിക്കാൻ എന്താ. അതെ അതെ, അടുത്തത് എടുക്കാൻ ഡ്രസ് എടുക്കാൻ വന്നത് റാണി. എനിക്ക് എടുക്കാൻ നോക്കണത് ഉടുപ്പിക്കാൻ പോണം. സമയം സാരി കൊടുക്കണം, കൊറേ പോലത്തെ സംഭവമൊക്കെ എടുക്കണം. പക്ഷെ പ്രശ്നം നമുക്കൊന്നും കേറില്ല. നമ്മൾ ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ വയസ്സ് 20, 10 വയസ്സിന്റെ ശരീരം. ഏതാ നോക്കണത്? എന്തിതാ നോക്കണം? എന്തിതാ നോക്കണം? കാഞ്ചീപുരം സാരി. കാഞ്ചീപുരം നോക്കണം. അപ്പൊ അവരെ ജയലക്ഷ്മി ഇറക്കിയിട്ട് ഇവക്ക് ഇനി എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷീമാറ്റിൽ വന്നിരിക്കുകയാണ്. നമുക്ക് എത്ര വയസ്സാ? 20. കറക്റ്റ്. അതുപോലെ നമ്മളെപ്പോലെ തന്നെ റെഡിമെയ്ഡ് എടുത്തു. അപ്പോൾ എല്ലാം സെറ്റായി. എന്താണ് ചോറ് ഇവിടുത്തെ കഞ്ഞിയും കറി വെക്കാൻ ഇരിപ്പ്. അനിയത്തി ചേച്ചിനെ വെട്ടിക്കാനുള്ള പുറപ്പാടിലാണ്. എന്താ എടുത്തേക്കണ്? സാരി. പെണ്ണിന്റെ അമ്മയുടെ കിളിയൊക്കെ പോയിരിക്കാണ് ഡ്രസ്. സോണ കണ്ടോ? കാണാനോ സോണ കാപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റാണി എനിക്ക് എന്താ പറയാനുള്ളത്? മോളെ കിളി പോയിരിക്കണം, എല്ലാം പോയിരിക്കണേ. കോഫി ടു ഇസബുവിന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടില്ല. തുണി എടുത്തിട്ട് ചിലപ്പോൾ അച്ഛൻ തയ്ക്കും, അല്ലെങ്കിൽ തയ്പ്പിക്കാൻ കൊടുക്കും. അങ്ങനെ പ്ലാൻ ചെയ്തേക്കണം. അപ്പൊ ഇന്നിപ്പ അച്ഛന് മനസ്സമ്മതത്തിനുള്ള മെറ്റീരിയൽ എടുക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് ഇസയുടെ എടുക്കാം. അപ്പൊ ഗൈസ്, ഒരു സർപ്രൈസ് ഇവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. എന്താന്ന് പറയൂ? ഞാൻ എന്താ പറയാ, നീ കൂടി പറഞ്ഞ് കാതുകുത്താൻ പറഞ്ഞു. അത് കാരണം ഞാൻ കാതുകുത്താന്ന് വിചാരിച്ചു. ഈ കാതുകുത്തി കഴിഞ്ഞ് ശരിയാവോന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ അപ്പയുടെ കാത് കുത്താൻ പോണ്. അമ്മയുടെ മൂക്ക്. അപ്പടെ പെങ്ങൾക്ക് മൂക്കും കുത്തണം പറഞ്ഞു ബെന്യാനിക്ക്. അപ്പൊ അവര് രണ്ടുപേരും കൂടി അവര് സെക്കൻഡ് ഒരുമിച്ചാണ്. ഇല്ല, അമ്മേനെ കുത്തിക്കാം. എനിക്ക് അതേപോലെ മൂക്കുത്തിയുണ്ട്. അത് മറുകല്ലേ? അമ്മ മൂക്കുത്തുമ്പോ നല്ല പോയി കുത്തട്ടെ, കരച്ചിലായിരിക്കും. അപ്പൊ നിങ്ങൾ പറയൂ, അമ്മേനെ കുത്തിക്കണോ വേണ്ട? വേണ്ട, അവളെ കുത്തിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye.